ഈ വിഷയത്തിൽ CPM പ്രതിനിധിയുടെ ഈ ന്യായീകരണം താങ്കൾ കേട്ടല്ലോ. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം സുതാര്യമാണ്. ആർക്ക് വേണമെങ്കിലും കനകക്കുന്നിൻ്റെ തൊട്ടടുത്താണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. ആ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ് ഈ ഊഞ്ഞാലും അത്തപ്പൂക്കളവും ഒക്കെ. കുട്ടികൾക്ക് വേണമെങ്കിലും വന്ന് ഊഞ്ഞാലാടാം. അതിനു വേണ്ടിയാണ് ഇത്തരമൊരു ഊഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ പോലീസിൻ്റെ ഊഞ്ഞാലാട്ടം ആരെ പറ്റിക്കാനാണ്? ഇതിൽ ആദ്യത്തെ രണ്ട് മറുപടിയോട് പറഞ്ഞിട്ട് രഞ്ജിത്ത്, ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാം. ആദ്യം കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും എല്ലാ പ്രതികളോടും ഒരേപോലത്തെ ന്യായവും ഒരേപോലത്തെ നീതിയുമാണ് നടപ്പിലാക്കിയതെന്നാണ് അങ്ങ് പറഞ്ഞത്. സുഗതനെ പിടിച്ചത് കണ്ടില്ലേ എന്നതാണ്. സുഗതനെ പിടിക്കാൻ പോകുന്ന സമയത്ത് പോലീസ് നടത്തിയ രീതി എങ്ങനെയാണെന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഭാര്യയും മക്കളുമുള്ള വീട്ടിൽ കയറി വെടിവെച്ചാണ് ആ സുഗതനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അത് നിങ്ങൾ നടത്തിയ ന്യായം, പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ, രമേശ് ചെന്നിത്തലയുടെ പോലീസിൻ്റെ നീതി അതാണ്. വെടിയുയർത്താണ് പോകുന്നത് എങ്കിൽ കരുണാകരൻ്റെ ശിഷ്യനായതുകൊണ്ടായിരിക്കും പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്നവരെ പിടിക്കാൻ പോകുന്ന സമയത്ത് വെടിവെക്കുന്നത് എന്നതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, അർജുൻ ആയെങ്കിൽ ഞങ്ങളുടെ പോലീസ് അല്ലേ അറസ്റ്റ് ചെയ്തതെന്നാണ്. TG മോഹൻദാസ് സാറിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് കേരള പോലീസ് എടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാൻ അങ്ങക്ക് ധൈര്യമുണ്ടോ? കാരണം ആ സമയത്തും കേരള പോലീസിൻ്റെ നാഥനായിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. പിന്നെ LDFിൻ്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണം. അത് ഷർട്ട് വാങ്ങിക്കൊടുത്തത് HSO അല്ല, അതുപോലെ തന്നെ മുണ്ട് വാങ്ങിക്കൊടുത്തത് പോലീസുകാരനല്ല. പക്ഷേ ചെണ്ട എടുത്ത് കൈ കൊട്ടാൻ കൊടുത്തതും ഉപ്പേരി വിളമ്പിക്കൊടുത്തതും പ്രശാന്താണ് എന്നത് നമ്മളുടെ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങ് പറഞ്ഞത് ശരിയാണ്, കനകക്കുന്നിലും മ്യൂസിയത്തും ഒക്കെ തന്നെ സർക്കാരിൻ്റെ ഓണാഘോഷം നടക്കുന്നുണ്ട്, അവിടെ അത്തപ്പൂട്ടുണ്ടോ. പക്ഷേ ആ മരത്തിൽ കെട്ടിയ ഊഞ്ഞാൽ അത് പോലീസുകാർ കെട്ടിയതാണ്. അവർ ചെണ്ടമേളത്തിന് വേണ്ടി കൊണ്ടുവച്ച ചെണ്ടയാണ് IPBന് കൊട്ടുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഈ TV-യിലൂടെ കാണുന്നത്. അതിനെ ന്യായീകരിക്കാൻ അങ്ങക്ക് കഴിയുമോ? എല്ലാ കാര്യത്തിലും ഇവിടെ നേരത്തെ അങ്ങ് പറയുന്ന കേട്ടാൽ ഞങ്ങൾക്ക് തോന്നുന്നത് താക്കോൽ അവിടെ ഇല്ലല്ലോ അച്ചായ എന്ന് പറയുന്നത് പോലെ നിങ്ങളിങ്ങനെ IPBനെ ന്യായീകരിക്കരുത്. കാരണം IPBന് നടത്തിയതെല്ലാം ക്രിമിനൽ കേസുകളാണ്. നേരത്തെ രഞ്ജിത്ത് ചോദിച്ചതുപോലെ ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ ഇടയിൽ കയറാത്ത ഒരു രാഷ്ട്രീയമായ ഒരു മര്യാദ എനിക്കുള്ളതുകൊണ്ടാണ്. ഞാൻ സുഗതനെ തള്ളി പറയുകയോ ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ കള്ളമാണ് എന്ന ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ ഇടപെടാത്തത് ഒരു രാഷ്ട്രീയ മാന്യത വെച്ചു പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സുഗതൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ പോലീസും CPMൻ്റെ പോലീസും എഴുതത്തള്ളപ്പെട്ടതും അത് ചാർത്തപ്പെട്ടതുമായ കേസുകളിലാണ് കാപ്പ ചുമർത്തപ്പെട്ടിട്ടുള്ള സുഗതന്. അല്ലാതെ സുഗതൻ നിങ്ങളെ IP വിനോദിനെ പോലെ ആർക്ക് നേരെ മുട്ടയെറിയാൻ പോവുകയും ഒരു പാർട്ടി ഓഫീസിനെതിരെ ബോംബെറിയാൻ പോയിട്ടുമല്ല സുഗതനെതിരെ കേസ് ഉണ്ടായത്. അവിടുത്തെ സർക്കാർ ജീവനക്കാർ നടത്തിയ അഴിമതി തുറന്നു കാട്ടിയതിന്റെ പേരിലാണ്. അവിടുത്തെ മന്ത്രിമാർ നടത്തിയ, അവിടുത്തെ MLA നടത്തിയ, മുൻ MLA നടത്തിയ അഴിമതികൾ തുറന്നു കാട്ടിയതിന്റെ പേരിലാണ് നിങ്ങളുടെ പോലീസ് എത്ര കേസ്. നിങ്ങൾ മറ്റേ സിനിമയിൽ പറയും, ജഗദീഷ് പറയും പോലെ വല്ല ബാംഗ്ലൂരിലും കപ്പലണ്ടി കൊടുത്തിട്ടാണോ LLB വാങ്ങിച്ചത്? നിങ്ങൾ ഒരു പ്രതിക്ക് ഒരു അധികമായി കേസ് ചുമത്തപ്പെട്ടാൽ, ഇന്ന പറയുന്ന കേസുകൾക്ക് മുകളിലേക്ക് കേസ് ചുമത്തപ്പെട്ടാൽ അയാളെ കാപ്പ ചുമത്തി കേസിലെ പ്രതിയാക്കുക എന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പറയുന്നൊരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പോലീസ് സുഗതനെതിരെ എന്റെ പേരിൽ കേസുണ്ട്. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ABVP പ്രവർത്തിക്കുന്ന സമയത്ത് കേസുണ്ട്. ഞാൻ യുവമോർച്ച പ്രവർത്തിക്കുമ്പോൾ എന്റെ പേരിൽ കേസുണ്ട്. പക്ഷേ എന്റെ പേരിൽ ഒരു കേസും, ഞാൻ ഒരു പാർട്ടി ഓഫീസും ആക്രമിച്ചതിന്റെ പേരിൽ എന്റെ പേരിൽ ഒരു കേസുമില്ല. എൻ്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെയും ആക്രമിച്ചതിൻ്റെ പേരിൽ എൻ്റെ കേസില്ല. ഞാൻ മയക്കുമരുന്ന് കഞ്ചാവ് കടത്ത് പ്രതിയായിട്ടില്ല. ഞാൻ ഒരു തരത്തിലും ഒരു ഗുണ്ടാപ്പിരിവ് നടത്തിയതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസില്ല. എൻ്റെ പേരിൽ കേസുണ്ടായത് ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ എൻ്റെ പാർട്ടി പറഞ്ഞ ആശയപ്രചരണം നടത്തി തെരുവിൽ സമരം നടത്തിയതിൻ്റെ പേരിൽ നിങ്ങളുടെ പോലീസ്, LDFിൻ്റെ പോലീസും കോൺഗ്രസിൻ്റെ പോലീസും എടുത്ത കേസുകൾ മാത്രമേ എൻ്റെ പേരിലോ. അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെതിരെയും ചീമുട്ടയും ഇഷ്ടികയും എറിഞ്ഞ ഇതിൽ എൻ്റെ പേരിൽ കേസില്ല എന്ന് എനിക്ക് ആത്മാർത്ഥമായി പറയാൻ സാധിക്കും. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണ് കേസെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളുമെല്ലാം ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്, അല്ലാതെ ഗുണ്ടാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. ഞങ്ങൾ അക്രമ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല എന്നത് അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് IP വിനു കൗൺസിലറായി IP വിനു തിരുവനന്തപുരത്ത് ഇന്ന ആളാണെന്ന് പറയുമ്പോഴും IP വിനോദിനെതിരെ, IP വിനോദ് ഒരു വ്യക്തിയല്ല, ഞാനതിൽ നേരത്തെ പറഞ്ഞ IP വിനുണ്ട്, ഉണ്ണികൃഷ്ണനുണ്ട്, രാഹുലുണ്ട്, നിതിനുണ്ട്, ശ്രീജിത്തുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ പരിശോധിച്ച് നോക്കുന്നത്. അങ്ങനെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ ഒരുമിച്ച് നിന്ന് റീൽസ് എടുക്കുന്നു. ആ പോലീസ് സ്റ്റേഷനകത്ത് എത്ര സമയം ഉണ്ടായി എന്ന് ഇത്രയും സമയമായല്ലോ. ഈ വിഷയം പുറം ലോകം അറിഞ്ഞ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്ത് മന്ത്രിസഭയിൽ കൂടിയിരിക്കുന്ന മന്ത്രി അതിൽ വിമർശനം ഉന്നയിച്ചിട്ട് ഇത്രയും
ഇത്രയും നേരമായി എന്തുകൊണ്ട് ആ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള ആർ പ്രശാന്തിനെതിരെ ഒരു അച്ചടക്ക നടപടിയെടുക്കാൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് കഴിയുന്നില്ല? അത് പേടിച്ചിട്ടാണ്. കാരണം ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലല്ല കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതല ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പോഴും ആ ക്രമസമാധാന ചുമതല ഇരിക്കുന്നത് പി ശശിയുടെ കയ്യിലാണ്. ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കടഞ്ഞാണ് ഇരിക്കുന്നത് എന്നതാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത്തരത്തിലൊരു നടപടിയുണ്ട്. എന്തേ സ്റ്റേഷനിൽ CCTV വെച്ചിട്ടുണ്ടല്ലോ, എന്തേ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു ഉത്തരവ് നൽകി അവരെ ആജ്ഞാപിച്ച് അതിൽ നടപടി സ്വീകരിക്കാൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് കഴിയുന്നില്ല, കേരളത്തിൻ്റെ ഹോം സെക്രട്ടറിക്ക് കഴിയുന്നില്ല? ഇത് ഭയന്നിട്ടാണ്. ഇത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. ഇവർ എല്ലാ കാര്യത്തിലും, അഴിമതി നടത്തുന്ന കാര്യത്തിലും അക്രമം നടത്തുന്ന കാര്യത്തിലും ഇവർ രണ്ടല്ല ഒന്നാണ് എന്ന് BJP ആവർത്തിച്ചു പറയുന്നത് ഈ രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, IP വിനോദിനെ ഊഞ്ഞാലാടാനും ചെണ്ട കൊട്ടാനും ഉപ്പേരി വിളമ്പി കൊടുത്ത പ്രശാന്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സമരങ്ങൾക്കെതിരെ നിങ്ങൾ ലാത്തി പൊക്കുകയും ഈ ഗുണ്ടകൾക്കെതിരെ സല്യൂട്ടടിക്കാൻ കൈപൊക്കുകയും ചെയ്യുന്ന നിങ്ങളെ നിലയ്ക്കു നിർത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം നിങ്ങളെ നിലയ്ക്കു നിർത്തുന്ന ഒരു കാലം വിദൂരമല്ലാതെ നിങ്ങളുടെ അരികിലേക്ക് വരും. വ്യക്തമാണ് കാര്യങ്ങൾ.